സ്വാമി ദയാനന്ദ സരസ്വതി ഉറന്നു പറയുകയും അമൃതസരിയോട് മുബാഹല നടത്തുവാൻ ഞാനില്ല എന്ന രൂപത്തിൽ ഈ വ്യാജപ്രവാചകനായ ഖാദിയാനി പ്രവാചകൻ വ്യംഗ്യമായി സൂചിപ്പിക്കുകയുമെല്ലാം ചെയ്ത കാലഘട്ടത്തിൽ ആ സമയത്ത് സ്വാഭാവികമായും ഇസ്ലാം വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടു. ഈ സമയത്താണ് നമ്മൾ കാണുന്നത് ഈ രൂപത്തിലുള്ള രചനകൾ കടന്നു വരുന്നത്. പുതിയ തലങ്ങളിൽ അക്കാദമികമായ രചനകൾ. അത് പിന്നീട് മ്യൂറിൽ അവസാനിക്കുന്നില്ല. മാർഗോലിയോത്തിലൂടെ മോൺഗോമറി വാട്ടിലൂടെയെല്ലാമുള്ള ഗ്രന്ഥങ്ങളുടെ പ്രവാഹമാണ്. ഓറിയന്റലിസ്റ്റ് ഗ്രന്ഥങ്ങൾ ഇന്ന് നൂറുകണക്കിനാണ്. പ്രവാചകനെക്കുറിച്ചുള്ള പഠനങ്ങൾ, പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ ഒരുവിധം എല്ലാ വശങ്ങളും ഓറിയന്റലിസ്റ്റുകൾ വളരെ സമർത്ഥമായി അപഗ്രഥിച്ചിട്ടുണ്ട്. പക്ഷെ അപഗ്രഥനത്തിന്റെ മുഴുവനും സവിശേഷത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിനെ നിഷേധിക്കുവാൻ വേണ്ടിയാണ് ഈ അപഗ്രഥനങ്ങളെല്ലാം എന്നുള്ളതാണ്. നേർക്കുനേരം മിഷനറിമാർ ചെയ്യുന്നത് പോലെ, ഇസ്ലാം വിമർശകർ ചെയ്യുന്നത് പോലെ നേർക്കുനേരെയുള്ള സംഘട്ടനമല്ല, നേർക്കുനേരെയുള്ള ആശയ പ്രചാരണമല്ല ഓറിയന്റലിസ്റ്റുകൾ നിർവഹിക്കുക. മറിച്ച് വളരെ കൃത്യമായി സത്യസന്ധമായി ചരിത്ര നിരൂപണം നടത്തുകയാണ് എന്ന രൂപത്തിൽ എഴുതി വരികയും വളരെ സമർത്ഥമായി പ്രവാചകനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളർത്തുകയും ചെയ്യുക, വായനക്കാരൻ്റെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ രീതി. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ വിശുദ്ധനായിരുന്നു മക്കയിൽ. അതേസമയം അധികാരമോഹിയായി, പ്രാകൃതനായി, പ്രതികാരദാഹിയായി തീർന്നു മദീനയിൽ എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള രചനകൾ. ഇത് നമ്മളിങ്ങനെ പിന്നീട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഇതേ കാര്യമാണ് ആവർത്തിക്കപ്പെടുന്നത്. 1988 ഏറെ ചർച്ച ചെയ്യപ്പെട്ട സാത്താനിക് വേഴ്സസ് എന്ന ഗ്രന്ഥം പുറത്തിറങ്ങുന്നത്. സൽമാൻ റുഷ്ദി എന്ന ഗ്രന്ഥകാരൻ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം, അതോടനുബന്ധിച്ചുള്ള ലോകത്ത് ഉള്ള ചർച്ചകൾ എന്താണ്, സാത്താനിക് വേഴ്സസിന്റെ രചനക്ക് പ്രത്യേകമായ സമയത്ത് ആ രചനയുണ്ടാകുവാൻ കാരണമെന്ന് അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തുക 1980കളിൽ ലോകത്ത് വലിയ ഒരു ചർച്ച നടക്കുകയായിരുന്നു, പ്രത്യേകിച്ച് കലാലയങ്ങളിലെല്ലാം. പ്രധാനപ്പെട്ട ശീതസമരത്തിലുണ്ടായിരുന്ന 2 ലോക രാജ്യങ്ങളുടെ ഐഡിയോളജികളിൽ പ്രത്യയശാസ്ത്രങ്ങളിൽ ഒന്നായ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, അത് പരാജയത്തിൻ്റെ, മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുവാൻ തുടങ്ങിയിരുന്നു 1980കളുടെ തുടക്കമായപ്പോഴേക്ക്. നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ ലഭിക്കുവാനുള്ളതോ സുന്ദരമായ ലോകം എന്ന മുദ്രാവാക്യം മുടക്കി കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൻ്റെ പിന്നിൽ മരിക്കാൻ തയ്യാറായി അണിനിരന്ന യുവത ഇനിയെന്ത് എന്ന രൂപത്തിൽ ചോദിക്കുവാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ഇസ്ലാം മാത്രമാണ് മനുഷ്യരുടെ ഭൗതികവും ആത്മീയവുമായ വിമോചനത്തിന് ഉപരികരിക്കുന്ന യാദർശം എന്നുള്ള വസ്തുത വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത്. മുതലാളിത്ത ലോകം പോലും അത് അംഗീകരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഈ സമയത്താണ് പെട്ടെന്ന് സാത്താനിക് വേഴ്സസ് വരികയും സാത്താനിക് വേഴ്സസുമായി ബന്ധപ്പെട്ട് ചർച്ചകളെല്ലാം തന്നെ ആ ഒരു തലത്തിലേക്ക് പോവുകയും ചെയ്തത്. 2005 സെപ്റ്റംബർ മാസം 30 ജില്ലാൻസ് പോസ്റ്റൺ എന്ന് പറയുന്ന ഡാനിഷ് പത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിക്കുന്ന 12 കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലം എന്താണ്? 2011 സെപ്റ്റംബർ മാസം 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനോടനുബന്ധിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ തമസ്കരിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു വശത്ത് നടന്നതോടൊപ്പം തന്നെ ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ത്വരയുണ്ടാവുകയും പാശ്ചാത്യൻ സർവകലാശാലകളിൽ
പ്രത്യേകിച്ച് ഇസ്ലാം ഗൗരവതരമായി, ഇസ്ലാമിലെ ജിഹാദ് ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ഈ ചർച്ചകളുടെ അനന്തര ഫലം എന്നുള്ള രൂപത്തിൽ ഒരുപാട് വെളുത്ത തൊലിയുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ ആണ് ഈ കാർട്ടൂൺ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വിചാരിക്കുന്നത്, നബി നിന്നയുടെ ആധുനികവും പൗരാണികവുമായ ചരിത്രം മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള ക്രൈസ്തവ മിഷനറിമാരുടെ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ 1-ാം തീയതി മുതൽക്ക് ഇന്നിങ്ങോട്ട് ഇന്ന് വരെയുള്ളതെടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിക ദഅവത്ത് സജീവമാകുമ്പോൾ ഇസ്ലാമിക ദഅവത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി, ഇസ്ലാമിക ദഅവത്തിനെ തകർക്കുവാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങളിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുക എന്നാണ്. നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ, ആധുനിക കാലഘട്ടത്തിലെടുത്താൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട 2 സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, തെക്കൻ കേരളത്തിൽ, അവിടെയുള്ള ക്രൈസ്തവ മിഷണറിമാരിൽ ഒരാൾ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ചിൻവാദ് പാലം എന്നായിരുന്നു. പുസ്തകത്തിൽ അടിസ്ഥാനരഹിതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ വൃത്തികെട്ട പരാമർശങ്ങൾ. സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിൽ ഒച്ചപ്പാടുകളുണ്ടായി, പുസ്തകത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ആ പ്രതിഷേധങ്ങൾ വഴിവിട്ട് കലാപങ്ങളിലേക്ക് പോകുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അപ്പോൾ പണ്ഡിതന്മാരും നേതാക്കളും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് നിയമപരമായ തലങ്ങളിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായി ഈ കാര്യം ചെയ്ത ആളുകൾക്ക് ജാമ്യം പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി വിധിക്കുകയും അവരെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടായി. ഈ അവസരത്തിലാണ് ഈ സംഗതികൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ മിഷനിന്റെ നേതൃത്വത്തിലുള്ള, കേരളത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കുന്നത്. ആ നിവേദനത്തിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞു, ഇതേ രൂപത്തിൽ പ്രവാചകനെ തെറി പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങൾക്കുള്ള കാരണം കേരളത്തിൽ കുറെ കാലമായി നിച്ച് ഓഫ് ട്രൂത്ത് നടത്തി വരുന്ന പ്രബോധന പ്രവർത്തനങ്ങളാണ്. ഈ പുസ്തകം നിരോധിച്ചാൽ അതിന് പകരം നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകങ്ങളും നിരോധിക്കണം. അതുകൊണ്ട് തന്നെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കേരള ഗവൺമെന്റ് സന്നദ്ധമായാൽ ഇത്തരം പുസ്തകങ്ങളൊന്നും ഇനി ഇറങ്ങില്ല എന്നാണ് ആ നിവേദനത്തിന്റെ കാതൽ. അർത്ഥമെന്താണ്? ഇസ്ലാമിക പ്രബോധനത്തെ പ്രതിരോധിക്കുവാൻ അന്ന് തുടങ്ങിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തുടങ്ങിയ അതേ രൂപം തന്നെയാണ് ഇന്ന് കേരളത്തിലും ക്രൈസ്തവ മിഷണറിമാർ കാണുന്നത് എന്നർത്ഥം. അതിനുശേഷമാണ് ചോദ്യപേപ്പർ നബി നിന്നയുണ്ടാവുകയും അതിനുമെതിരെ കേരളത്തിലെ മുസ്ലിം സമൂഹം മാന്യമായി നല്ല രീതിയിൽ ആദ്യം കലാപങ്ങളിലേക്ക് പോയെങ്കിലും എന്നാൽ പിന്നീട് അത് കൺട്രോളിലേക്ക് വരികയും അതോടൊപ്പം തന്നെ നിയമപരമായ തലത്തിലേക്ക് പോവുകയും ആ ചെയ്ത വ്യക്തിയെക്കെതിരെ ഗവൺമെന്റും പോലീസും കോടതിയുമെല്ലാം ശക്തമായ രൂപത്തിൽ തന്നെ നിലകൊള്ളുകയും ചെയ്ത സന്ദർഭമുണ്ടായത്. അയാളെ ഒരു വൃത്തികെട്ട ജീവിയായി കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം മനസ്സിലാക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ വിശുദ്ധനായി വാഴ്ത്തപ്പെടുന്ന, അദ്ദേഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭമുണ്ടായത് കൈവെട്ട് നാടകമുണ്ടായതിനു ശേഷമാണ്. അത് മറ്റൊരു വശമാണ്. പറഞ്ഞു വരുന്നത്, നബി നിന്നയുടെ ആധുനികവും പൗരാണികവുമായ സംഭവങ്ങളുടെ കാലാനുക്രമണിക നമ്മൾ പരിശോധിച്ചാൽ 2 രൂപങ്ങളിൽ അത് നിർവഹിക്കപ്പെട്ടത് കാണാൻ കഴിയും. ഒന്ന്, ഞാൻ പറഞ്ഞു, ജൂതന്മാർ മുസ്ലിം സമൂഹത്തിനകത്തേക്ക് കയറി റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ അകറ്റുവാൻ വേണ്ടിയുള്ള ഹദീസുകളെ, സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങൾ.
രണ്ടാമത്തേത് ഇസ്ലാമിക സമൂഹത്തിന് പുറത്തു നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മോശമായി ചിത്രീകരിക്കുവാനും തമസ്കരിക്കുവാനും വേണ്ടിയുള്ള മിഷനറിമാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇത് രണ്ടും ഒരേ തലത്തിൽ നടക്കുകയാണിപ്പോൾ. അവിടെയാണ് മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിക പ്രബോധകർക്ക് അവരുടെ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുവാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമസ്കരിക്കപ്പെടുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മോശമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പച്ചയായി കൃത്യമായി അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് മുസ്ലിങ്ങൾ. ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടാൽ തീർച്ചയായും അതായിരിക്കും നബി നിന്ദകർക്കുള്ള ഏറ്റവും നല്ല മറുപടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടുത്തറിയുവാൻ കഴിഞ്ഞ വിമർശകർക്ക് പോലും ആ ജീവിതത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ അക്കാദമിക ബുദ്ധിജീവികളുടെ, ഓറിയന്റലിസ്റ്റ് ബുദ്ധിജീവികളുടെ എല്ലാം തന്നെ പരിശ്രമത്തിന്റെ ഫലം എന്നുള്ള രൂപത്തിൽ തന്നെ പറയാം. കേരളീയ സമൂഹത്തിൽ പോലും, ബുദ്ധിജീവി സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ദിശാമാറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ദിശാമാറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, വായിക്കാൻ അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാൻ കഴിയുന്നതാണ്. കേരളത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകാലികങ്ങൾ കൃത്യമായി വായിക്കുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. 10 കൊല്ലം മുമ്പത്തെ രൂപത്തിലല്ല പ്രവാചകനെയും മുസ്ലിം സമൂഹത്തെയും ഇന്ന് കേരളീയ പൊതുസമൂഹം അപഗ്രഥിക്കുന്നത്. 10 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി പറഞ്ഞതെല്ലാം നല്ലതായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ജീവിതമെല്ലാം മാതൃകാപരമായിരുന്നു എന്നും, എന്നാൽ മുസ്ലിങ്ങൾ മോശമായത് മുഹമ്മദ് നബി പറഞ്ഞതിനെ പിൻപറ്റാത്തത് കൊണ്ടാണ് എന്നുമുള്ള തലത്തിലായിരുന്നു അപഗ്രഥനമെങ്കിൽ, ഇന്നത്തെ അപഗ്രഥനം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തെ അനുധാവനം ചെയ്യുവാൻ വേണ്ടി കണ്ണടച്ച് പരിശ്രമിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളുടെ എല്ലാ കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമെന്ന തലത്തിലാണ് ഇന്നത്തെ അപഗ്രഥനം. ഈ മാറ്റമുണ്ടായത് വളരെ ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ആനുകാലികങ്ങൾ സമർത്ഥമായി വളരെ വരികൾക്കിടയിലൂടെ വായിക്കുന്നവർക്കറിയാം ഇതിനു വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വില്ലൻ വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ വില്ലൻ വൽക്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുസ്ലിം സമൂഹത്തെ പോലും സ്വാധീനിക്കുന്നു എന്നതിനുള്ള തെളിവാണ് കൈവെട്ട് നാടകത്തെ പോലെയുള്ള കാര്യങ്ങളും അതോടനുബന്ധിച്ച് അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയുമെല്ലാം ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു 10 കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കൾ സദസ്സുകളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് മുസ്ലിം യുവാക്കൾ നമ്മളെപ്പോലെയുള്ള ആളുകളോട് ചോദിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് ഈ ഒരു ദിശാമാറ്റം കൊണ്ടാണ്. ഇത് വളരെയധികം ഗൗരവത്തോടു കൂടി ഏതെങ്കിലും ആരെയെങ്കിലും ചൂണ്ടി നിർത്തിക്കൊണ്ടല്ല, നമ്മളെല്ലാവരും സ്വയം അപഗ്രഥനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഇന്നലകളിൽ മ്യൂറിന്റെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട്, മാർഗോലിയോത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് മുഹമ്മദ് നബി അങ്ങനെ ചെയ്തില്ലേ, അത് ക്രൂരതയല്ലേ, ഇത് ക്രൂരതയല്ലേ എന്ന് ചോദിച്ച അതേ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി ഇങ്ങനെ ക്രൂരത ചെയ്തില്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ എന്ന് മുസ്ലിം യുവാവ് ചോദിക്കുന്ന തലത്തിലെത്തുന്നുവെങ്കിൽ അതിനർത്ഥം മാർഗോലിയോത്തും വില്യം മ്യൂറും വിജയിച്ചു എന്നാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പ്രസക്തമാകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്നേഹസംവാദം മാസികയുടെ നേതൃത്വത്തിൽ കേരളീയ ബുദ്ധിജീവി വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു തലമാണ്. റസൂലുള്ളാഹി ആരാണ് എന്ന് വളരെ അവഗാഢമായി കൃത്യമായി അക്കാദമികമായ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ
ഏതൊരു ഓറിയന്റലിസ്റ്റിന്റെയും രചനയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന അക്കാദമികമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങളുടെ അടിത്തറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുകയും ആദ്യം മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ വസ്തുതകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതാണ് ഏതാനും മാസങ്ങളായി സ്നേഹസംവാദം മാസിക നിർവഹിച്ചു വരുന്ന ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിന് പിന്നിലുള്ള പശ്ചാത്തലം ഇതാണ്. ആ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. ആ ദൗത്യത്തോടൊപ്പം ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള ആ സുന്ദരമായ ലോകത്താരും പ്രവാചകന്റെ ഏറ്റവും വലിയ വിമർശകർ പോലും, ഏറ്റവും റസൂലുള്ളാഹിയെ നിന്ദിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ പോലും പരിചയപ്പെട്ടപ്പോഴേക്ക്, പ്രവാചകനെ കണ്ടപ്പോഴേക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുതിപാഠകരായി തീർന്ന റസൂലുള്ളാഹിയുടെ ആ വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം. സുമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, പ്രവാചകരെ, ഈ സന്ദർഭം വരെ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട മുഖം താങ്കളുടേതായിരുന്നു, എന്നാൽ ഇപ്പോൾ മുതൽ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം താങ്കളുടേതാണ്. ശത്രുവായി പിടിക്കപ്പെട്ട് റസൂലുള്ളാഹിയെ 3 ദിവസം നേർക്ക് നേരെ അനുഭവിക്കുവാൻ കഴിഞ്ഞ ഒരു ശത്രുവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ ഒരുപാട്, ഞാനൊരു സംഭവം മാത്രം പറഞ്ഞതാണ്. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ സമൂഹത്തിന് കൃത്യമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, അങ്ങനെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൻ്റെ ക്രമത്തിലേക്ക്, സുന്നത്തിലേക്ക് ആത്മാർത്ഥമായി ബോധപൂർവം ലോകത്ത് മറ്റൊരാളുമില്ല ഇതേപോലെ മാതൃകയാക്കാൻ കഴിയുന്നയാൾ, മറ്റൊരാളുമില്ല ഇതേപോലെ അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്നയാൾ, മറ്റൊരാളുമില്ല ഇതേപോലെ മാതൃകയായി കാണാൻ കഴിയുന്നയാൾ എന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന, റസൂലുള്ളാഹിയെ ഇത്തിബാഅ് ചെയ്യുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ, അതിന് റസൂലുള്ളാഹിയെ കൃത്യമായി പരിചയപ്പെടുത്തപ്പെടണം. മുസ്ലിമിന്റെ മനസ്സിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുകരിക്കപ്പെടേണ്ട രൂപത്തിൽ അത്യുന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്ന ബോധം സൃഷ്ടിക്കുവാൻ പ്രവാചകന്റെ ജീവിതം അവരുടെ മനസ്സുകൾക്കകത്ത് കുത്തിവെക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, സുദീർഘവും സുവ്യക്തവുമായ ഒരു വിഷയാവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട 4 വിഷയങ്ങൾ, ഹജ്ജ്, അതേപോലെ ഹദീസുകളുമായി ബന്ധപ്പെട്ടത്, സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടത്, ഇപ്പോൾ അവതരിപ്പിക്കേണ്ട പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ടത്, കാര്യമാത്ര പ്രസക്തമായ കാതലായ ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയ നിവാരണത്തിനുമുള്ള അവസരമാണ്. അതിന് പര്യാപ്തരായ പണ്ഡിതരാണ് ഇപ്പോൾ നമുക്ക് അവസരോചിതമായി കവന്നിരിക്കുന്നത്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. മൈക്ക് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ മൈക്ക് പോയിന്റിലേക്ക് വരിക. അവിടെ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങോട്ട് മാറുന്നോളൂ. മൈക്ക് ഇന്റർനെറ്റുകളിലെ കുറേ യൂട്യൂബിലൊക്കെ ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന സൈറ്റുണ്ട്. റീസെൻ്റായിട്ട് കണ്ടാണ്. അപ്പോൾ അതിൽ കാണുന്ന തുടങ്ങുന്ന റസൂലിന്റെ ഖബർ വെച്ചിട്ടാണ്, അപ്പുറത്തെ ചില്ല് വെച്ചിട്ട്, ഗ്രിൽസ് വെച്ചിട്ട്. പിന്നീടുള്ളതൊക്കെ നമ്മുടെ ഒരു തരത്തിലും പ്രതികരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളും ആക്ടിവിറ്റീസൊക്കെയാണ് കാണുന്നത്. ഹദീസിനെ മോശമായിട്ട് കോട്ട് ചെയ്തിട്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നിയമം കൊണ്ടോ അല്ലെങ്കിൽ തടയാൻ പറ്റുമോ ഇല്ലെന്നാണ്. യൂട്യൂബ് നിങ്ങൾ കണ്ടു കാണും, ഇസ്ലാം ഫോബിയ. ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട
യൂട്യൂബിലും ഇൻ്റർനെറ്റിലുള്ള ചവറുകൾ, അങ്ങനെ പറയട്ടെ ഞാൻ, ആ ചവറുകൾ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്വതന്ത്രമായ ഒരു ആശയവിനിമയോപാധിയാണ്. ഏതൊരാൾക്കും ഏത് തോന്നിവാസവും അതേ രൂപത്തിൽ തന്നെ ഏത് നന്മയും പ്രചരിപ്പിക്കാൻ കഴിയുന്നൊരു മാധ്യമമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല എങ്ങനെ നോക്കിയാലും. അതിനടിസ്ഥാനപരമായ എത്തിക്സ് അനുസരിച്ച് ഒരാൾക്ക് അയാൾക്ക് തോന്നുന്നത് വിളിച്ചു പറയാനുള്ളൊരു വേദിയാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപരമായി എന്ന രൂപത്തിൽ നമുക്ക് നേർക്ക് നേരെ ഒരു ഇൻ്റർനെറ്റിലൊരു സൈറ്റിനെ അതിൻ്റെ സോഴ്സിൽ നിന്ന് തടയാൻ കഴിയില്ല. ചെയ്യാൻ പറ്റുക ഏതെങ്കിലും നാട്ടിൽ അതിന് ചിലപ്പോൾ സ്ക്രീനിങ് എല്ലാം വരുത്താൻ പറ്റും. ഇപ്പോൾ സൗദി അറേബ്യയിൽ വേണമെങ്കിൽ പ്രത്യേക സൈറ്റുകൾ നമ്മൾ കൊടുത്താൽ അത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വിജ്ഞാന വിസ്ഫോടനം നടക്കുന്നൊരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് തടയുന്നതിനെക്കുറിച്ചല്ല, ആശയതലത്തിൽ തകർക്കുന്നതിനെക്കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ചിൻവാദ് പാലം എന്ന പുസ്തകം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറേ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ ആ സ്ഥലത്തേക്ക് കയറി ചെന്നു. ഞങ്ങൾ സ്ക്വാഡ് വർക്കായിട്ട് പോയി. എന്നിട്ട് അവിടുത്തെ വീടുകളിൽ കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, റസൂലുള്ളാഹിയുടെ ജീവിതം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഈ പുസ്തകം നിങ്ങളുടെ ഇടയിലാണല്ലോ വിതരണം ചെയ്യപ്പെട്ടത്, ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ഇടയിലാണല്ലോ, നിങ്ങൾ ഈ പുസ്തകം വായിക്കുക, പഠിക്കുക. എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തെ വിമർശിക്കണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ വിമർശനവുമായി വാ, ഞങ്ങളൊരു പൊതുപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പൊതുപരിപാടി സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ആ വിമർശനം അവതരിപ്പിക്കുക, ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് നിങ്ങൾ കേൾക്ക്. എന്നിട്ട് തീരുമാനിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കപ്പെടേണ്ടയാളാണോ അതല്ല അനുധാവനം ചെയ്യപ്പെടേണ്ടയാളാണോ എന്ന്. അങ്ങനെയാണ് നമ്മൾ ചുങ്കപ്പാറയിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാമിന്റെ ഫലമാണ് സത്യത്തിൽ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പെന്തക്കോസ്ത് മിഷന്റെ കത്തുപോയത്. കാരണം അവർ എങ്ങനെ ഒരു വെടിയാണോ വെച്ചത് അത് ബൂമറാങ് ആയി തിരിച്ചു ചെന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ ആളുകൾ, അവരുടെ ക്രൈസ്തവരായ ആളുകൾ അവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന പ്രോഗ്രാമിന്റെ CD ഇവിടെ കിട്ടും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആശയതലത്തിൽ അടിക്കാൻ നമ്മുടെ അടുത്തുള്ളതുപോലെ കോപ്പ് മറ്റൊരാളുടെ അടുത്തില്ല. നമ്മുടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ സവിശേഷത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണല്ലോ ഇത്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. പടച്ചോൻ തന്നെ അഷുറൻസ്. അത് എന്താ? അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെയാണ് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്. ഇല്ല, അവരെത്ര ആഗ്രഹിച്ചാലും, എത്ര വലിയ ആൾക്കാരാണെങ്കിലും, എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും അവർക്കതിന് സാധ്യമല്ല തന്നെ. അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത് സന്മാർഗ ദർശനവും സത്യമതവുമായി കൊണ്ടാണ്. ആ സത്യമതത്തിന്റെ സവിശേഷത ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല മതങ്ങളെയും അതിജയിക്കാൻ വേണ്ടിയുള്ളതാണത്. അങ്ങനെയുള്ളൊരു സാധനം നമ്മുടെ അടുത്തുള്ളത്. സ്വാഭാവികമായും ഒരു രാജ്യം എന്നുള്ള നിലക്ക് രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിയമപരമായ നടപടികൾ നമുക്ക് എടുക്കാൻ കഴിയും. നിയമപരമായ നടപടികൾ പുസ്തകത്തിനെതിരെ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെതിരെ എല്ലാം ഉണ്ടായ നടപടികൾ ആ രൂപത്തിലാണ്. പക്ഷെ ഇന്റർനെറ്റിലൂടെയെല്ലാം ഉള്ളൊരു ആക്രമണത്തെ നമുക്കൊരിക്കലും തടയാൻ സാധ്യമല്ല. തടയ കഴിയുക ആശയതലത്തിലാണ്. ആശയതലത്തിൽ തടയാൻ സജ്ജമായ ആദർശമാണ് ഇസ്ലാമിൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷയങ്ങൾ പഠിക്കുക, നമ്മൾ പ്രതിരോധിക്കുക. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ ജീവിതം പഠിച്ച ആളുകൾ ഇസ്ലാമിൻ്റെ അനുയായികളായി മാറിയത് എത്രയോ പഴയ കാലത്തും ഇക്കാലത്തുണ്ടല്ലോ. നമുക്കെന്നെ അറിയണ ഇഷ്ടം പോലെ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തടയുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച്
ഉള്ളതിനേക്കാൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ താത്വികമായി അതിൻ്റെ ബൗദ്ധികമായി ഉള്ള പ്രതിരോധത്തെക്കുറിച്ചാണ്. പ്രതിരോധത്തെ എന്നല്ല ഞാൻ പറയുക, പ്രത്യാക്രമണത്തെക്കുറിച്ചാണ്. ആ പ്രത്യാക്രമണമാണ് നമ്മൾ നടത്തേണ്ടത്. അതിന് ആശയതലത്തിൽ ഇസ്ലാം സജ്ജമാണ്. നമ്മളൊരുക്കമുണ്ടോ എന്നാണ് ഇസ്ലാം നമ്മോട് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ വെളിച്ചം അള്ളാഹു സംരക്ഷിക്കും. ആ വെളിച്ചം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ റെഡിയാണോ എന്നാണ് ചോദ്യം. നമ്മൾ മെഴുകുതിരിയെടുത്ത് കുടിച്ചിട്ട് ഇത് അള്ളാൻ്റെ വെളിച്ചാന്ന് പറഞ്ഞ് നടന്നാൽ അത് കാറ്റ് വരുമ്പോൾ കെട്ടുപോകും. എന്നിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല, ആകെ ഇസ്ലാന്തിയും പൊളിഞ്ഞു പോയിന്ന്. അല്ല, നമ്മൾ ഖുർആനും സുന്നത്തുമാകുന്ന അടിത്തറയിൽ സ്ഥാപിച്ച അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള നൂർ നമ്മുടെ കൈകളിലെടുക്കാൻ, ദീനിൻ്റെ നൂറ് കെടുക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനെ സംരക്ഷിക്കും. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്ത്യൻ ഇസ്ലാമികളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലേക്ക് ഈ വില്യം മോറിന്റെ പിന്തലമുറക്കാരായ നമ്മളെക്കാൾ ഇസ്ലാമിനെ പഠിച്ച ജൂത ക്രിസ്തീയ പൗരോഹിത്യം അവർ കടന്നു കയറുന്നത് മുസ്ലിം പൗരോഹിത്യത്തിലെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. അതിന്റെ ഒരു പ്രതിഫലനമല്ലേ മീഡിയകളിലൂടെ വക്രീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ദഅവത്ത് നമ്മളിൽ നിന്ന് തന്നെ വരുന്നത്? ഇസ്ലാമിക മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയുള്ള വക്രീകരിക്കപ്പെട്ട ഇസ്ലാമിക ദഅവത്ത് ജൂത ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ സ്വാധീനഫലമല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി വസ്തുതാപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നേർക്ക് നേരെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവ ജൂത പൗരോഹിത്യം നേർക്ക് നേരെ മുസ്ലിം പൗരോഹിത്യവുമായി ബന്ധപ്പെടുന്നു എന്ന് വിചാരിക്കാൻ വേണ്ട തെളിവുകൾ നമ്മളുടെ അടുത്തില്ല. എന്നാൽ ഇതിൻ്റെ ആശയപരമായ അടിത്തറ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. ഇത് തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്, ജൂതൻ്റെ തലച്ചോറിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. ഇസ്ലാമിൽ അവാന്തര വിഭാഗങ്ങളുടെ ആരംഭം തന്നെ അവിടെ നിന്നാണ്. ആ തലച്ചോറ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഭൗതികമായ ബുദ്ധിപരമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ജൂതൻ. ഇപ്പം നെറ്റിലെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ ഇസ്ലാമിക യഥാർത്ഥത്തിലുള്ള പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും ആദർശങ്ങളെ തകർക്കാൻ ആവശ്യമായ സാധനങ്ങൾ, അതിനുള്ള കോപ്പ് കൊടുക്കുന്നത് ആരാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആരാണ് അത്? ക്രൈസ്തവ പൗരോഹിത്യവും അല്ലെങ്കിൽ ക്രൈസ്തവ മിഷനറിമാരും ജൂത പൗരോഹിത്യവുമാണ്. ഇപ്പൊ ലോകവ്യാപകമായി തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇത് യഥാർത്ഥ ഭീകരത എന്ന് പറയുന്നത് സലഫികൾ നടത്തുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികളുടെ ലിസ്റ്റുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. അവരിൽ മിക്കവരും ജൂതന്മാരോ ക്രൈസ്തവരോ ആണോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ കൊടുക്കുന്ന ആശയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ കാര്യം ചെയ്യുന്നത്. അവർ ഇടുന്ന കുപ്പായമാകട്ടെ സൂഫിസത്തിൻ്റെയും അതേപോലെയുള്ള കുപ്പായങ്ങളാണ് താനും, ഷിയായിസത്തിൻ്റെയും എല്ലാം കുപ്പായങ്ങളാണ് താനും. അപ്പം ഞാൻ നേരെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ നേർക്ക് നേരെ ബന്ധമില്ലെങ്കിൽ പോലും ആശയതലത്തിൽ തീർച്ചയായും ബന്ധമുണ്ട്. സ്രോതസ്സുകൾ കടന്നു വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഫാദർ ജെറി തോമസിന്റെ ജെറി തോമസ് ജെറി തോമസ് പിന്നെ അത് ഒരു ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഘത്തിൻ്റെ നേതാവാണ് റെജി തോമസ്. ഈ റെജി തോമസ് ചെയ്യുന്ന മലയാളിയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മളെ നേർക്ക് നേരെ ആക്രമിച്ചുകൊണ്ട്, നമ്മൾ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് അതിന് നമ്മളെ കൊണ്ട് മറുപടി പറയിപ്പിച്ച് ക്രൈസ്തവ ലോകത്ത് ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്രസ് ഉപ്പല്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു ടീം നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല, പിന്നെ സാക്ഷി നെറ്റ്വർക്ക് എന്നൊന്നും പറഞ്ഞാൽ. ഈ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും തന്നെ ക്രൈസ്തവ ലോകത്ത് കാര്യമായിട്ട് വിലാസമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്
വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് മറുപടി പറയുകയും അതുവഴി ക്രൈസ്തവ സമൂഹത്തിൽ അവർക്കൊരു വേൽവിലാസം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം. ആ തന്ത്രത്തിന് നമ്മൾ ചെയ്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, അയാളുടെ വാദങ്ങൾക്ക് നമ്മളിൽപ്പെട്ട ഒരു ചെറിയ പയ്യനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് നെറ്റിലെല്ലാം കിട്ടും മുഹസിൻ ഐദീദിൻ്റെ മറുപടി. മീശ മുളക്കാത്ത ഒരു ചെറിയ പയ്യനെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അലവി സഖാഫിയാണ്. ഈ അയാളുടെ ക്ലിപ്പിംഗ് കൊണ്ട് നടക്കുന്നത് അലവി സഖാഫിയാണ്. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇയാളാണ് തെളിവ്, നമ്മൾ പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് അലവി സഖാഫി കൊണ്ടു നടക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. ആശയതലത്തിലുള്ള ഏകതയും ഐക്യവും വ്യക്തമാക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. സുലൈമാൻ ദാരിമി എന്ന് പറയുന്ന ഒരാൾ, ഒരു വയനാട്ടുകാരൻ, അയാൾ 8-10 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനിയാവുകയും പോട്ട ധ്യാന കേന്ദ്രത്തിനകത്ത് ക്രൈസ്തവർക്ക് മുന്നിൽ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളോട് 5-8 വർഷങ്ങൾക്ക് മുമ്പ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ വളരെ സമർത്ഥമായി പോട്ടക്കുള്ളിൽ കടക്കുകയും, പോട്ടയിൽ അങ്ങനെ കയറാൻ പറ്റില്ല, മുസ്ലിം പിന്നെ ധ്യാനത്തിനുള്ള രൂപത്തിൽ തന്നെ പോയിക്കൊണ്ട് ഉള്ളിലേക്ക് കയറുകയും അയാളോട് സംസാരിക്കുകയും അയാൾ സംസാരിക്കുവാൻ പൊതുവേദിയിലോ സ്വകാര്യ വേദിയിലോ റെക്കോർഡ് ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കാൻ സന്നദ്ധനാണോ എന്ന് ചോദിക്കുകയും ചെയ്താണ്. അയാൾ അതിനൊന്നും റെഡിയല്ല, അയാൾ തയ്യാറല്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവശ്യം, അയാൾക്ക് വ്യക്തിപരമായ ആവശ്യം മുസ്ലിങ്ങളെ മാറ്റലോ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കലോ ഒന്നുമല്ല. അയാൾക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആളായിട്ട് ആണെന്നുള്ള നേട്ടം കിട്ടലാണ് അയാളുടെ ലക്ഷ്യം. അപ്പോൾ അത് അയാൾ സമർത്ഥമായി നിർവഹിക്കേണ്ടത്. അതാണ് അയാൾ ഈ ഓത്തും ഇതെല്ലാം കൂടി കണ്ടിട്ട് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ആവേശം വരും. ഇതാണ് ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. എന്നാൽ ആൾ എഴുതിയ 2 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളം. അയാൾ പറയുന്നത് 8ാമത്തെ വയസ്സിൽ അയാൾ പിന്നെ ദർസിൽ ചേർന്നു, മറ്റേതാണ് മറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അയാൾ അത് പറയുന്നത് ഒരു ബേസും ഇല്ലാത്ത കുറേ സംഭവങ്ങളാണ്. അതിൽ രസകരമായ സംഗതി എന്താ വെച്ചാൽ, ഇസ്ലാം സ്വീകരിച്ച നമ്മുടെ ഒരു പ്രവർത്തകൻ ബിലാൽ എന്ന് പറഞ്ഞിട്ട്, അയാൾ പിന്നെ മുസ്ലിമായപ്പോൾ ക്രൈസ്തവനായിരുന്നു, ക്രിസ്ത്യാനി മുസ്ലിമായപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് ഭയങ്കര എതിർപ്പായി. പാരൻസ് ഇയാളെയും കൂട്ടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ ആളുകളുടെ അടുത്തെല്ലാം കൊണ്ടുപോയി സംസാരിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇയാളടുത്ത് കൊണ്ടുപോയി അരമണിക്കൂർ ഇയാളോട് സംസാരിച്ചപ്പോഴേക്ക് പാരൻസിന് മനസ്സിലായി ഇയാൾ ശരിയല്ല എന്നുള്ളത്. പാരൻസിനോട് എന്നിട്ട് ഇയാൾ പറഞ്ഞു, നമ്മുടെ ബിലാൽ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരാൾ മുസ്ലിം ഒരാൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് അത്രയധികം ബുദ്ധി ഇല്ലാതിരിക്കണം, അതല്ലെങ്കിൽ അത്രയധികം സാമ്പത്തിക നേട്ടം കിട്ടണമെന്ന് മനസ്സിലായില്ലേ എന്നാണ്. അപ്പോൾ ഉണ്ടായ ഒരു രസകരമായ വേറൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ വർത്തമാനത്തിൽ ഇങ്ങനെ കുഴങ്ങിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാളുടെ പിറ്റേന്ന് നിച്ച് ഓഫ് ട്രൂത്തിൽ ഇവർ രണ്ടാളും സംസാരം കേട്ടുകൊണ്ട് നിന്നിരുന്ന ഇയാളുടെ ഫിത്നയിൽ കുടുങ്ങി അവിടെ അയാളുടെ ശിഷ്യനായി നിന്നിരുന്ന ഇയാൾ പിറ്റേന്ന് നിശ്ചലുണ്ട്, എനിക്ക് ഷഹാദത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് അയാൾക്ക് ഹിദായത്തിൻ്റെ ഇങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ, പിന്നെ സത്യത്തെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ദാരിമി പണ്ഡിതനെന്നാണ് അയാൾ പറയണത്. അല്ല, ഇങ്ങനത്തെ കുറേ അബദ്ധങ്ങളുണ്ട്, അതിൽ ഒരുപാട് സംഗതികളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരെങ്കിലും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലുതാകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊന്നും ഉണ്ടാത്തത്. എന്ന് വെച്ചാൽ ഒരുപാട് അത് മാത്രം മതി, ആ ഒറ്റ ഒരു ക്ലിപ്പിംഗ് മാത്രം മതി അയാളെ ശരിക്കും പൊളിക്കാൻ. അതാണുള്ളൊരു അപകടം. നമ്മൾ ബ്ലൂടൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമ്മൾ പ്രചരിപ്പിച്ചു നടക്കണം. അപ്പം അത് വേണ്ട. ഏതായാലും ആ പ്രചരിപ്പിക്കുന്നത് നമ്മൾ ചെയ്യരുത്, ശ്രദ്ധിക്കണം. ലളിതമായിട്ട് കുറച്ചുകൂടെ ഓർത്തിട്ടേക്കായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതി ഉണ്ടോ? ഒരു 10 വചനങ്ങളെങ്കിലും നമുക്ക് ആ ജോലിയുടെ ആ റൊട്ടീനിലും പഠിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ വരാൻ കഴിയാത്ത ജോലിയുടെ പല ഷെഡ്യൂളിലെ ടൈമിങ്ങിലും എടുത്ത മാറ്റങ്ങളിലൊക്കെ നെറ്റിൽ മറ്റൊക്കെ ഉണ്ടാവും.
എങ്കിലും പിന്നെ നമ്മൾ ഒരു 10 ആയത്തുകൾ നമുക്ക് നമ്മളതായ ഒരു രീതിയിൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ രീതിയിൽ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. സ്വാഭാവികമായിട്ടും ആരുണ്ടാക്കിയാലും അവരുടെ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ബൈലക്സിൽ വേണമെങ്കിൽ ബൈലക്സിൽ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട് അതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് പിന്നെ CD ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ മുജാഹിദീൻ പുറത്തിറക്കിയ അമാനുമൂലയുടെ തഫ്സീറിൻ്റെ CD ഉണ്ട്. അതിലൂടെ നമുക്ക് ഖുർആൻ പഠനം കഴിയും. ഇംഗ്ലീഷ് കുറച്ച് അറിയുന്ന ആളാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഖുർആൻ പഠനത്തിന്. പിന്നെ നേർക്ക് നേരെ തന്നെ ഒരു ഉസ്താദിൻ്റെ കീഴിൽ തന്നെ പഠിക്കണം എന്നാണെങ്കിൽ പക്ഷെ അത് ഇവിടെ തന്നെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതിനുള്ള സംവിധാനമുണ്ട്. അല്ല, എല്ലാ സെൻ്ററുകളിലും അതാണ് പ്രത്യേകത. എല്ലാ ഇസ്ലാഹി സെൻ്ററുകളിലും അൽഹംദുലില്ലാ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്. ആ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയാൽ ഇനിയിപ്പോൾ ജോലി മാറിപ്പോയാലും അവിടുത്തെ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അതിന് പറ്റും. ആഴ്ച 2 മണിക്കൂർ ഖുർആൻ പഠിക്കണം എന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചോളൂ. ആ ടൈപ്പിൽ ഉള്ള സംവിധാനങ്ങൾ അതാണ് അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ മലയാളി സമൂഹത്തിൽ നന്നായിട്ട് ഖുർആൻ പിന്നെ പരിഭാഷ പോലും പറയരുതെന്നും എല്ലാറ്റിനും ഉണ്ട് സംവിധാനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇനി മലയാളത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായുള്ള പഠനം ഇപ്പോൾ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ബൈലക്സിൽ കിട്ടും. പല ഉപയോഗപ്പെടുത്തും. പിന്നെ അറബി അറിയുന്ന ആളുകൾക്ക്, അറബി കുറച്ചെല്ലാം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലെല്ലാം ഖുർആൻ പഠനത്തിന് വേണ്ടിയുള്ള ഹലക്കകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. സൗദിയിൽ നിശ്ചയ സമയത്ത് കുട്ടികളെ കൊണ്ടുപോയി കൊടുത്താൽ ചോദിച്ചോളി. അപ്പോൾ അതിന് പല മറുപടികളും ഉണ്ടാവും. കമന്റ്സുകൾ മറ്റേ സുന്നികളും കൂട്ടത്തിൽ കന്നഡയിലോ ഇംഗ്ലീഷിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ മുസ്ലിമുകൾ ഇതിനെ പറ്റി തെറ്റിദ്ധരിക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരാൻ സാധ്യത ഉണ്ടോ? നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറ്റക്കാരാകാൻ സാധ്യത ഉണ്ടോ? ഇസ്ലാമിനെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻ്റർനെറ്റിലാണെങ്കിലും എഴുത്താണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എല്ലാം അത് ഓതൻറ്റിക് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൈമാറാൻ പാടുള്ളൂ. ഓതൻറ്റിക് ആണ് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷവും നമ്മൾ ബോധപൂർവ്വം അല്ലാതെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് വേറെ വിഷയമാണ്. അതാണ് അത് കൃത്യമായി അത് CD ഏതെങ്കിലും CD ആയി പോരാ, വളരെ കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ നമ്മൾ പുറത്ത് പറയുമ്പോഴും എല്ലാം ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ മുസ്ലിങ്ങളും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഉള്ളത്. അതേസമയം നമ്മൾ നിർബന്ധമായും ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് നമ്മൾ പറയുന്നത് എഴുതുന്നത് 100% പ്രമാണബദ്ധമാണെന്ന് ഉറപ്പ് വരുത്തണം. അത് പിന്നെ പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ അതാണ് നല്ലത്.